ഇന്നലെ മുതൽ നമ്മളെല്ലാവരും കടുത്ത ആശങ്കയിലാണ്. ഗൾഫ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന, ഇന്നലെ അമേരിക്ക തുടക്കം കുറിച്ച അമേരിക്ക ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടുകൂടി വലിയ യുദ്ധഭീതിയിലാണല്ലോ ഇപ്പോൾ ലോകം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും അതിൻ്റെ പ്രത്യാഘാതത്തിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം 40 ലക്ഷത്തോളം മലയാളികൾ തന്നെ അവിടെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവരെല്ലാം വലിയ ഭീതിയിലാണ്. നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ ഗവൺമെൻറ് ഈ സ്ഥിതിവിശേഷം ഗൗരവത്തിൽ കണക്കിലെടുത്ത് അവിടെ സമാധാനത്തിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെൻറ് നടത്തണം എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടതുണ്ട്. പിന്നെ ലോക രാജ്യങ്ങളും ഈ യുദ്ധ സാഹചര്യത്തിൽ അത്ര സന്തുഷ്ടരല്ല. അമേരിക്കയും ഇസ്രായേലും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങളൊക്കെ തന്നെ ഈ യുദ്ധത്തെ അപലപിച്ച് കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റെല്ലാ രാജ്യങ്ങളും. അപ്പോൾ അത് ലോകത്തിൻ്റെ ഒരു മനസ്സാക്ഷിക്ക് തന്നെ എതിരായ ഒരു യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് അവസാനിക്കണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഇപ്പോൾ വേഗം സമാധാനം ഉണ്ടാവട്ടെ. ഇപ്പോൾ ഇന്ന് തങ്ങൾ എല്ലാ അധികൃതരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് നാട്ടിലുള്ള മലയാളികളായിട്ടും മലയാളി സംഘടനകളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയായിട്ടും ഇപ്പോൾ ട്രെയിനിലിരുന്ന് സംസാരിച്ചു. തങ്ങളും സംസാരിച്ചു, ഞാനും സംസാരിച്ചു. നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളീയരായവരോടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരോടും മുഴുവൻ പറയാനുള്ളത് സമാധാനത്തിലിരിക്കണം. വേഗം സമാധാനം ഉണ്ടാകുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ സുരക്ഷിതമായിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. തക്ക സമയത്ത് ഞങ്ങളൊക്കെ ഇടപെടും. ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യും. സംഘടനകളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കും. അഷുറൻസാണ് പറയാനുള്ളത്. നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം ആണ് അവരോട് പറയാനുള്ളത്. MP-മാർ വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തങ്ങൾ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അതുപോലെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു ഘട്ടത്തിൽ ക്രൈസിസ് മാനേജ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. ഇതില്ല വേറെ സബ്ജക്റ്റ് നമുക്കിപ്പോൾ വേണ്ടല്ലോ. അത് നടക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കോഴിക്കോട് 9-ാം തീയതി യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുനരാരംഭിക്കും.